രേഷൻ ഡോക്ടറിന് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഏതെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഒരു മോശ സമയം വരുമ്പം കണ്ടവരൊക്കെ തലപൊക്കും. അതിന് ഒരു ഉപമയുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. കാര്യം പറയുന്ന ആൾക്കാരുടെ പ്രായത്തിനെ മാനിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് മാത്രം. ഇപ്പം പറഞ്ഞു വരുന്നത് നമ്മുടെ പഴയ മുൻകാല ഡയറക്ടറും അല്ലെങ്കിൽ ഗാനരചയിതാവും നിർമ്മാതാവും ഒക്കെ ആയിട്ടുള്ള ശ്രീകുമാരൻ തമ്പി. ഇപ്പോൾ അദ്ദേഹം ഒരു മമ്മൂക്കയ്ക്കും ലാലേട്ടനും എതിരെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടു. അദ്ദേഹം അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഒതുക്കിയത് സിനിമയിലെ നിരവധി ആൾക്കാരെ ഒതുക്കിയതെല്ലാം മമ്മൂക്കയും ലാലേട്ടനും ചേർന്നിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വിവാദത്തിൽ ഏർപ്പെടും. അദ്ദേഹത്തിൻ്റെ ഒരു വിവാദം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൂടപ്പുറപ്പ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ മലയാളത്തിലെ മുൻനിര പ്രൊഡ്യൂസർമാരെയെല്ലാം അദ്ദേഹം കുറച്ച് പേരുകൾ എടുത്തു പറയുന്നുണ്ട്. മഞ്ജുലാസെന്നോ കെ പി കൊട്ടാരക്കര, അങ്ങനെ കുറേ ആൾക്കാരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം പുറത്താക്കിയത് മമ്മൂക്കയും ലാലേട്ടനുമാണ്. ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിനെയും ഒതുക്കിയത് മമ്മൂക്കയും ലാലേട്ടനുമാണ്. അതായത് മലയാള സിനിമയിലെ പലരെയും, അതായത് മാക്ട എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ ഇല്ലാതാക്കിയത് മമ്മൂക്കയും ലാലേട്ടനുമാണ്. എല്ലാത്തിൻ്റെയും കുറ്റം ഇപ്പം മമ്മൂട്ടിക്കും മോഹൻലാലിനുമാണ്. കാര്യം എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇപ്പം പവർ ഗ്രൂപ്പ് എല്ലാം പൊളിഞ്ഞു, എല്ലാം തകർന്ന് തരിപ്പണമായി പോയി, താരാധിപത്യം ഏതാണ്ട് ഇപ്പോൾ അവസാനിച്ചു, അതിൻ്റെ ലക്ഷണങ്ങളാണ് കണ്ടു തുടങ്ങുന്നതെന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു ഗാനരചയിതാവായിട്ട് സിനിമയിലേക്ക് കടന്നു വന്നിട്ട് 58 വർഷവും ഒരു പ്രൊഡ്യൂസറെന്നോ മറ്റോ നിലയിൽ സിനിമയിലേക്ക് വന്നിട്ട് 50 വർഷമായിരുന്നു. ഈ മമ്മൂക്ക മലയാള സിനിമയിലേക്ക് ഇദ്ദേഹം ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗാനരചയിതാവ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലും ഡയറക്ടർ എന്നുള്ള രീതിയിലും സിനിമ എടുത്തുകൊണ്ട് ഇരിക്കുന്ന കണക്ക് നോക്കാനാണെങ്കിൽ മമ്മൂക്ക സിനിമയിൽ വന്നിട്ട് ഏതാണ്ട് 53 വർഷവും ലാലേട്ടൻ സിനിമയിൽ വന്നിട്ട് ഏതാണ്ട് 46-47 വർഷവുമായി. അപ്പം ഇദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഗാനരചയിതാവായിട്ട് വന്നിട്ട് 58 വർഷമായി. പക്ഷേ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് വന്നിട്ട് ഏതാണ്ട് 50 വർഷം പോലും ഇദ്ദേഹം തികഞ്ഞിട്ടില്ല. മമ്മൂക്ക 53 വർഷത്തോളമായി. ലാലേട്ടൻ ഈ പറഞ്ഞ 46-47 കൊല്ലത്തോളമായി. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും കൂടെ അദ്ദേഹം മാനിക്കണം. ഒരുപക്ഷെ അദ്ദേഹത്തിനോളം പ്രായം അവർക്ക് ഉണ്ടാവത്തില്ല, പക്ഷെ അവരുടെ സിനിമയിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെക്കാട്ടിലും കൂടുതലുമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പഴയ കാലത്തെ രീതി എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ഡയറക്ടറും എല്ലാം കൂടെ ചേർന്ന് തീരുമാനിക്കും ഒരു കഥ എന്താവണം, അല്ലെങ്കിൽ ഒരു നടൻ ആരാവണം, നായകൻ ആരാവണം എന്നൊക്കെ തീരുമാനിക്കും. അദ്ദേഹം ഉദാഹരണങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രേം നസീർ സാറിൻ്റെയും മധു സാറിൻ്റെയും സത്യൻ സാറിൻ്റെയൊക്കെ കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് വന്ന മമ്മൂക്കയും ലാലേട്ടനും ഇവർക്കാർക്കും അന്നത്തെ പ്രമുഖരായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് ആർക്കും ഡേറ്റ് കൊടുക്കാതെയായി. കാര്യം ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ ചേർന്ന് നായകനെ തീരുമാനിച്ച കാലത്തിൽ നിന്ന് ഇപ്പം നായകന്മാരായിട്ടുള്ള മമ്മൂക്കയും ലാലേട്ടനും, അതായത് അവരാണ് ഡയറക്ടറെ തീരുമാനിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇവരുടെ മുമ്പിൽ വരുന്ന ഒരു സ്ക്രിപ്റ്റ്, രണ്ട് കഥയും കൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ ഒരെണ്ണം ജോഷിക്ക് കൊടു, ഒരെണ്ണം വേറെ ആർക്കെങ്കിലും കൊടു എന്ന് ഡയറക്ടറെ പോലും തീരുമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ പോലും തീരുമാനിക്കുന്ന രീതിയിലേക്ക് മമ്മൂക്കയും ലാലേട്ടനും മാറി എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം വർഷങ്ങൾക്ക് പുറകെ നിൽക്കുക. ഇതെനിക്ക് തോന്നി ഇദ്ദേഹം എടുത്തിട്ടുള്ള അവസാനത്തെ സിനിമ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്ന സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം അത്തരത്തിലുള്ള സിനിമകൾ എടുത്തിരുന്ന കാലമൊക്കെ കടന്നുപോയി. കാര്യം അതല്ല ഇന്നത്തെ സിനിമയെന്ന് പറഞ്ഞാൽ. ഇദ്ദേഹം 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം പുറകോട്ട് ഇദ്ദേഹം നിൽക്കുമ്പം ഈ 30 വർഷം മുമ്പോട്ട് ഓടാൻ സാധിച്ചു എന്നുള്ളതാണ് മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ വിജയം എന്ന് പറയുന്നത്. കാര്യം ഇദ്ദേഹം എടുത്തിരുന്ന രീതിയിലുള്ള സിനിമകളിൽ അല്ലെങ്കിൽ ഇദ്ദേഹം പാട്ട് എഴുതിയിരുന്ന സ്റ്റൈല് അല്ലെങ്കിൽ ഇദ്ദേഹം സിനിമ നിർമ്മിച്ചിരുന്ന അത്തരത്തിലുള്ള കഥകൾ, ഇദ്ദേഹം സംവിധാനം ചെയ്തിരുന്ന സ്റ്റൈല്, ആ സ്റ്റൈലിൽ നിന്നുപോയത് കൊണ്ടാണ് ശ്രീകുമാരൻ തമ്പി ഇന്ന് മലയാള സിനിമയിൽ ഇപ്പോൾ ആരും ആവാതെ പഴയ കാലത്തെ കഥകൾ പറഞ്ഞ് നിലനിൽക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിൽക്കേണ്ടി വരുന്നത്. മമ്മൂക്ക ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങൾക്ക് മുമ്പേ കാലത്തിനനുസരിച്ച് അവർ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നത്. അതായത് നമ്മൾ 80കളിൽ കണ്ടിട്ടുള്ള അവരുടെ സിനിമകളല്ല 90കളിൽ ഉണ്ട്. 90കളിൽ കണ്ടതല്ല നമ്മൾ 2000ൻ്റെ തുടക്കത്തിലും അല്ലെങ്കിൽ 2010 ശേഷം അല്ലെങ്കിൽ 2020 ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് അവർ ഏറ്റവും പുതിയതുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം മറ്റുള്ളവർക്ക് അവർക്കൊപ്പം വരാൻ സാധിച്ചില്ല എന്നുള്ളത് ആരുടെ പോരായ്മയാണ്? ഇപ്പം മാത്രമല്ല, ഇന്നിപ്പം പുരുഷാധിപത്യം എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. പുരുഷാധിപത്യം എന്ന് പറയുന്നെങ്കിൽ ഇന്ന് ബിസിനസ്സിനനുസരിച്ചിട്ടാണ് സിനിമ. ഇപ്പം ഈ ശ്രീകുമാരൻ തമ്പിക്ക് നാളെ ഒരു സിനിമ നിർമ്മിക്കാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള സിനിമയായിരിക്കും? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരം സ്റ്റൈലുമായിട്ട് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോൾ അത് പൊട്ടിപ്പോയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ കാലത്തിനനുസരിച്ച് ഒരു സിനിമ എടുക്കേണ്ടി വന്നാൽ അദ്ദേഹത്തിനും ഈ കാലത്തിനനുസരിച്ച് നിൽക്കേണ്ടി വരും ഒരു സിനിമ വിജയിക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ പറയുന്ന കണക്ക് മമ്മൂക്കയും ലാലേട്ടനും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇനിയും കുറച്ച് വർഷങ്ങൾക്ക് അപ്പുറത്തോട്ട് ഒരു സിനിമ പോയെങ്കിൽ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടെടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇന്ന് നിലനിൽക്കാൻ പറ്റുന്ന സിനിമയിൽ. അതിനെ കുറ്റം പറയുകയല്ല, അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടുന്നത്. കാര്യം ഈ പറയുന്ന കണക്ക് പുരുഷാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ തന്നെ വരുമ്പോഴത്തേക്ക് അവരൊരു 10 കോടി മുടക്കുന്ന അല്ലെങ്കിൽ ഒരു 20 കോടി മുടക്കുന്നെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു 50 കോടി 70 കോടി 100 കോടിയാണ് അവരുടെ സ്വപ്നം എന്ന് പറയുന്നത്.
അപ്പോൾ ആ രീതിയിലേക്ക് പോകണമെങ്കിൽ കഥകൾക്കുണ്ടായ മാറ്റി ഇതിപ്പോൾ മലയാള സിനിമയെ മാത്രമല്ല ഇന്ത്യൻ സിനിമ ഒന്നാകെ മാറി. അത് ഈ ശ്രീകുമാരൻ തമ്പി ആക്കി മനസ്സിലാവാത്തതുകൊണ്ടാണ്. മലയാള സിനിമ മാത്രമാണ് മാറിയിട്ടുള്ളത്. പഴയ കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലത്തെ ഹിന്ദി സിനിമയാണോ, അദ്ദേഹത്തിൻ്റെ കാലത്ത് തെലുങ്ക് സിനിമയാണോ, അദ്ദേഹത്തിൻ്റെ കാലത്ത് തമിഴ് സിനിമയാണോ, ഒന്നുമല്ല. എല്ലാ ഭാഷകളിലും സിനിമകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ അല്ലു അർജുൻ്റെയും രാംചരൻ്റെയും പോലുള്ള ആൾക്കാരുടെ വരവോടുകൂടിയാണ് തെലുങ്ക് സിനിമകൾ പോലും നമ്മുടെ മുന്നിലേക്ക് എത്തിയിരുന്നത്. അതിനു മുമ്പ് ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്ക് സിനിമ അധികം നമുക്കൊന്നും കാണാനുള്ള ഒരു അവസരം പോലും ഇല്ലായിരുന്നു. അപ്പോൾ കാലത്തിനനുസരിച്ച് എല്ലാ ഭാഷകളിലും ഉണ്ടായ മാറ്റം ഉണ്ടായി. അപ്പോൾ പഴയ കാലം പറഞ്ഞ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സിനിമ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെല്ലാം അദ്ദേഹത്തിനെ ബഹുമാനിക്കേണ്ടി വരും, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിനെ ബഹുമാനിക്കേണ്ടി വരും, അദ്ദേഹത്തിൻ്റെ പ്രായത്തിനെ ശരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രായത്തിനെ ബഹുമാനിക്കേണ്ടി വരും. ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഇപ്പം ഇവരുടെയൊക്കെ ഇപ്പം അന്തരിച്ചു പോയ നടൻ തിലകൻ്റെയും അല്ലെങ്കിൽ ഈ ശ്രീകുമാരൻ തമ്പിയുടെയൊക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ വളരെ ബഹുമാനപൂർവ്വം ഓർക്കുന്ന പേരാണ് മധുസാറിൻ്റെ പേര്. കാര്യം അദ്ദേഹത്തിന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ കാട്ടിലും തലപൊക്കം ഉണ്ടായിരുന്ന ആളാണ് മധു എന്ന് പറയുന്നത്. ഇന്നും അതങ്ങനെ തന്നെയാണ്. മമ്മൂക്കയും ലാലേട്ടനും ഒരുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ് മധുസാർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ന് വരെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സ്നേഹം ഒട്ടും കുറയാത്ത രീതിയിൽ അദ്ദേഹം അത് നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമ്മയുടെ ഒരു സംഘടനാ മീറ്റിങ്ങിന് വരുമ്പം ഇപ്പോൾ തിലകനെ പോലുള്ള ആൾക്കാരൊക്കെ മുമ്പോട്ട് ഇടിച്ചു കയറി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നിർദ്ദേശങ്ങൾ വെക്കുമ്പം മധുസാർ അവിടെയും മറ്റുള്ളവർ പറയുന്ന കണക്ക് 2ാം നിരയിലോ 3ാം നിരയിലോ 4ാം നിരയിലോ ഒരു കസേരയിൽ പോയി അദ്ദേഹം അവിടെ ഇരിക്കും. ഇവർ വന്ന് വിളിച്ചാൽ പോലും അദ്ദേഹം പറയും ഞാൻ അവിടെ ഇരുന്നോളാമെന്ന്. അല്ലെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആളാവണ്ട. എങ്കിൽ എല്ലാവർക്കും അറിയാവുന്നവരെ മുൻകോപക്കാരനാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെരുമാറേണ്ടത് എങ്ങനെ, ആരോടാണ്, എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇന്നും മമ്മൂക്കയും ലാലേട്ടനും അത്രയും ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ഈ മധുസാറിനെ കണ്ടു വേണം ഞാൻ പറയുന്ന ഈ ആൾക്കാരൊക്കെ പഠിക്കാൻ. ഇപ്പം ഈ ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെയുള്ള ആൾക്കാർ പഠിക്കാൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പല പ്രാവശ്യം ഈ മധുസാറിൻ്റെ പേര് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ മധുസാർ എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത്. ആ ബഹുമാനം ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ശ്രീകുമാരൻ തമ്പിയുടെ പെരുമാറ്റത്തിനകത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായോണ്ടാ. കാലം മാറിയാലും കാലം മാറിയില്ലെങ്കിൽ ഒരാളുടെ സ്വഭാവത്തിനകത്ത് അല്ലെങ്കിൽ ഒരു രീതിക്കകത്ത് മറ്റൊരാൾക്ക് യോജിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ആരെയാലും അകറ്റി നിർത്തും. അതിനിപ്പം ഈ പറഞ്ഞ കണക്ക് ഒരു മോശം സമയമെന്ന് കാണുമ്പോൾ വന്നിട്ട് എല്ലാവരെയും കുറ്റം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല പരിപാടിയല്ല ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. താങ്ക് യു.